ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇതിൽ എങ്ങനെ നല്ല രസകരമായ സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പറയാൻ പോകുന്നത്. അതിന് തൊട്ട് പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ആദ്യം ഒരു പാത്രം ചൂടാക്കി അതിൽ നെയ്യ് ഒന്ന് കുറച്ച് ഒഴിച്ച് അത് ചൂടാക്കുക. അതിന് പിന്നാലെ സേമിയ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്ത സേമിയ ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വറുത്തെടുക്കാത്തതാണ് എടുത്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. കുറച്ച് നേരം ചൂടായിന്ന് ഒന്ന് വരട്ടെ. അതുവരെ നമുക്കൊന്ന് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം, അല്ലെങ്കിൽ അടി പിടിക്കും. അതാണ് പറഞ്ഞത്. നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒന്ന് ചൂടായിന്ന് വരണ വരെ വെക്കണം. അതിന് പിന്നാലെ നമുക്കൊന്ന് പാല് തിളപ്പിക്കണം. ഞാൻ 1/4 കിലോ സേമിയാണ് വാങ്ങിച്ചത്. അതിന് 2 പാക്കറ്റ് പാലാണ് നമ്മൾ ഒഴിക്കുന്നത്. ആ പാല് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് സേമിയ നമുക്ക് ഉണ്ടാവുന്നതാണ്. നേരത്തെ ചൂടാക്കിയ സേമിയ നമുക്കൊന്ന് എല്ലാതും ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പാല് തിളച്ച് വന്നതിന് ശേഷമാണ് ഇത് ഇടുക. ഇത് ഇട്ടതിന് ശേഷം നമ്മൾ പാല് ഇതായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാവുന്നതാണ്, മധുരത്തിനനുസരിച്ച്. ഞാൻ 4-5 ടീസ്പൂൺ പഞ്ചസാരയാണ് 3-4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് പിന്നെ മധുരത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. നമുക്ക് പിന്നെ ഇളക്കി കൊടുക്കാം, പഞ്ചസാര ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് പിന്നാലെ നമുക്കൊന്ന് ഏലക്ക പൊടിച്ചത് ഒന്നിടാം, ഒരു 3-4 ഇടാം, നിങ്ങൾക്ക് ഇഷ്ടം ഓപ്ഷനിലാണ്. പിന്നെ ഇതിന് പിന്നാലെ മിൽക്ക് മെയ്ഡ് നമുക്ക് ചെറുതാണ്, നമുക്കൊന്ന് ഫുള്ളും ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മധുരത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാൻ പകുതി മുക്കാലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും കുറുകി വരണമെന്നില്ല, ഞാൻ കുറുകി ഇട്ടുന്നുള്ളൂ. നമ്മൾ അത് റെഡി ആയിട്ട് നമ്മൾക്കിനി വേറെ പാത്രം വെച്ച് ചൂടാക്കി അതിൽ നെയ്യ് ഒഴിച്ച് ചൂടാക്കി നുള്ളൊത്തിച്ച് ചൂടാക്കിയ ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് ചൂടാക്കിയ ശേഷം അതിൻ്റെ പിന്നാലെ നമുക്കൊന്ന് മുന്തിരി ചൂടായി അതിലേക്കിടാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നായി കിട്ടണ വരെയാണ് നമ്മളൊന്ന് ചെയ്യേണ്ടത്. നമുക്കൊന്ന് ജസ്റ്റ് ഇതായി വരണവരൊന്ന് ഒരു മിനിറ്റൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതൊന്ന് കരിഞ്ഞ് പോകുന്നതാണ്. ഒരു മിനിറ്റ് എന്തെങ്കിലും ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ റെഡിയാവും. അതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച പായസത്തിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മളത് കുറുക്കിയെടുക്കാം. ഞാൻ കുറുക്കിയെടുത്തുന്നുള്ളൂ. നേരെ ഗ്ലാസ്സിൽ വെച്ച് നല്ല ടേസ്റ്റുള്ള സാധനം നേരത്തെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള വീഡിയോ ആണ് സാധനം. ഇത്രയുള്ളൂ, ബായ്.